ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി മീൻകറി വെച്ചാലോ. അതിനായി ഒരു 10-11 കുഞ്ഞുള്ളി, ഒരു 10-11 നമ്മുടെ വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി കഷ്ണങ്ങൾ ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചുകൊണ്ട് വരാം. ഇതുപോലെ അരച്ചെടുക്കുക. ഒരു ചട്ടി ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുകിടുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇത്രയും കറിവേപ്പില വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ അരച്ച് വെച്ചേക്കുന്ന ഇതും കൂടെ ഇതിൽ തട്ടിക്കൊടുക്കുക. ഈ മീഡിയത്തിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. വാടി വരുമ്പോഴത്തേക്കും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. തീ സിമ്മിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവിന് വേണ്ടി 1 സ്പൂൺ സാദാ മുളക് പൊടി ഇടുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവാപ്പൊടി ഇടുക. എനിക്ക് ഉലുവാപ്പൊടി ഇടുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് മുഴുവനോടെയുള്ള ഉലുവ ഇടണമെങ്കിൽ ആദ്യം എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ കടുവിനൊപ്പം ഉലുവയും കൂടെ ചേർത്ത് പൊട്ടിച്ചോളുക. എണ്ണ തെളിയുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൽ ഞാൻ തക്കാളിയോ ഒന്നും ചേർക്കലില്ല കേട്ടോ. നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ ഈ സമയം തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കലില്ല. ഇപ്പം എണ്ണയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഇത്രയും ചൂടുവെള്ളം വേണം. എന്നിട്ട് തീ കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൽ ഞാൻ 3 കഷ്ണം കുടംപുളി ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്നും കൂടി ഇളക്കുക. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ അതും കൂടെ ഇട്ടു. നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കുക. നന്നായി ഇളക്കുക. ഇന്ന് കിട്ടിയ നല്ല പാരക്കുട്ടന്മാരെയാണ്. അപ്പം ഈ തിളച്ച കറിയിലേക്ക് ഈ പാരക്കുട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഒന്ന് ഇങ്ങനെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. മ്പോഴത്തേക്ക് 2 പച്ചമുളക് ഇങ്ങനെ മുറിച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു അടപ്പ് വെച്ച് നമ്മൾ മൂടാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ആ മീനിൻ്റെ കളറ് കണ്ടോ എൻ്റെ മക്കളെ, കണ്ടോ നിങ്ങൾ? ഇത് മീൻ പൊടിയാതെ മെല്ലെ ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കാം കേട്ടോ. മീൻ വെന്തിട്ടില്ല. ഒരു 2 മിനിറ്റ് കൂടെ നമ്മൾ പൊത്തി വെച്ച് വേവിക്കേണ്ടി വരും. അപ്പം ഈ സിമ്മിലിട്ടതിന് ശേഷം ഇനി ഒരു 2 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വരാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, പൊടി കേട്ടോ. നല്ല സെറ്റായിട്ട് മീൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചുറ്റിച്ചു കൊടുക്കുക. വീണ്ടും അടച്ചു വയ്ക്കുക. കഴിഞ്ഞ് നമുക്ക് നോക്കാം. കണ്ടോ, മീൻകറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് ഈ മീൻകറി. ഇത് നാളത്തേക്ക് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ്. ഞാനിതിൽ ടൊമാറ്റോയോ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. സാദാ മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണേ. ഇത് ഏറ്റവും ടേസ്റ്റ് കപ്പയോട് വേണം കേട്ടോ. കപ്പയോട് കഴിക്കാനാണ്.